ഹലോ എവ്രി വൺ. ഉയർച്ചയുടെ പടവുകൾ എന്ന ഒരു അടിപൊളി കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം. ഇത്താ, ഷമീറിൻ്റെ വിളി കേട്ട് മുബീന തിരിഞ്ഞു നോക്കി. എന്താ മോനെ, നിനക്ക് വന്നപ്പോൾ തൊട്ടേ എന്നോടെന്തോ പറയാനുണ്ടല്ലോ, എന്താ നീ പറയാത്തത്? അവൾ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് ഒഴിച്ച് അവന് കൊടുത്തു. ഷമീറിന് അവളോട് എന്താണ് പറയേണ്ടതെന്നറിയില്ലായിരുന്നു. ഇത്താൻ്റെ മനസ്സ് തകർക്കുന്ന കാര്യമാണ് പറയാൻ പോണത്. എന്താടാ, നിനക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. അവൾ അവൻ്റെ അടുത്ത് കസേരയിലേക്ക് ചെന്നിരുന്നു. ഇത്താ, ഞാൻ പറയുന്നത് സമാധാനത്തോടെ കേൾക്കണം. എന്ത് വിഷമമുള്ള കാര്യം കേട്ടാലും മനസ്സ് തകർന്നു പോവരുത്. ഇത്താക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. ഷമീർ ജ്യൂസ് താഴെ വച്ച് മുബീനയുടെ കയ്യിൽ പിടിച്ചു. മുബീനയുടെ നെഞ്ചിലും ഒരു വല്ലാത്ത ടെൻഷൻ കടന്നുകൂടി. ഇവനിതെന്തു പറ്റി? അവൾ കാത് കൂർപ്പിച്ച് അവൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഇത്താ, എൻ്റെ ഫ്രണ്ട് ലബീബ് കഴിഞ്ഞ ആഴ്ച ദുബായിലേക്ക് പോയതാണ്. അതിത്താക്ക് ഓർമ്മയില്ലേ? അവൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ ഷാനിയളിയനെ അവിടെ വച്ച് കണ്ടുവന്ന്. ഷമീർ ഒന്ന് നിർത്തി മുബീനയെ നോക്കി. ഇത്താ, അളിയനെ കണ്ടതൊരു പ്രശ്നമല്ല, പക്ഷേ അളിയൻ്റെ കൂടെ വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു എന്നവൻ പറഞ്ഞു. ഷമീർ പരതിയാണ് അത് പറഞ്ഞത്. മുബീനയുടെ മുഖത്ത് ഒരു നടുക്കം പ്രത്യക്ഷപ്പെട്ടു. മോനെ, ഷാനിക്കാനെക്കുറിച്ച് അങ്ങനൊന്നും പറയല്ലേ. എന്നോട് അദ്ദേഹം ഒരു കനിശക്കാരനാണെങ്കിലും അയാൾ എൻ്റെ ഭർത്താവല്ലേ? അവളുടെ സ്വരം വിറച്ചു. ഇത്താ, നിങ്ങൾ വിഷമിക്കല്ലേ. എല്ലാ വിവരങ്ങളും വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് അവൻ എന്നോട് വിവരം പറഞ്ഞത്. 4 ദിവസം അവൻ അളിയനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അന്വേഷിച്ചു. ലബീബ് എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം ഓനക്ക് മനസ്സിലായത്. ആ പെണ്ണ് അളിയൻ്റെ ഭാര്യയാണ്. അയാൾക്കവിടെ ഭാര്യ മാത്രമല്ല, 2 മക്കളും കൂടിയുണ്ട്. മൂപ്പര് നല്ല പിള്ളയായി നമ്മളെയൊക്കെ ഇത്രയും കാലം ചതിക്കായിരുന്നു. ഷമീറിൻ്റെ വാക്കുകൾ മുബീനയുടെ ഹൃദയം തകർത്ത് കളഞ്ഞു. അവൾ ഏറെ നേരം മറവിച്ചങ്ങനെ ഇരുത്തും തുടർന്നു. ഷമീർ വീണ്ടും കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്താ, അയാളുടെയും കുടുംബത്തിൻ്റെയും ഫോട്ടോ ഓൻ എനിക്ക് അയച്ചു തന്നത് നോക്ക്. ഷമീർ അവൻ്റെ മൊബൈൽ ഫോൺ അവൾക്ക് നേരെ നീട്ടി. മുബീന നിർവികാരയായി ആ ഫോണിലേക്ക് സൂക്ഷിച്ചു നോക്കി. മൂപ്പര കമ്പനിയിലെ മാനേജറുടെ മോളാണ് ഈ പെണ്ണ്, അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. സമയം ഏറെ നേരം കടന്നുപോയി. ഷമീർ അടുക്കളയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ നേരം നടന്നു. മുബീന നിലത്ത് ചുവരിൽ ചാരിയിരിക്കുകയാണ്. ഇത്താ, മതി ഇത്താ വിഷമിച്ചത്. വന്നേ, ഇനിയും ഇവിടെ ഉള്ളവരുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ നിൽക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവൻ അവളെ നിലത്തു നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. മുബീന നനഞ്ഞ കണ്ണുകൾ തുടച്ചു. ബേസിനിൽ ചെന്ന് മുഖം കഴുകി. വാ ഇത്താ, എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. നമുക്കിപ്പോൾ തന്നെ പോവാം. ഇത്താനെ ഞാൻ നോക്കിക്കോളും, അവൻ വീണ്ടും പറഞ്ഞു. മുബീന അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോനെ, നീ ഇപ്പോൾ പൊയ്ക്കോ മോനെ, ഞാൻ വന്നോളാം. തീർച്ചയായും ഞാൻ വന്നോളാം. വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അവൾ വേദനയോടെയാണെങ്കിലും ഷമീറിനെ അവിടെ നിന്നും നിർബന്ധിച്ച് പറഞ്ഞയച്ചു. സമയം വീണ്ടും കടന്നുപോയി. ടൗണിൽ നിന്നും പർച്ചേസ് കഴിഞ്ഞ് ഷാനവാസിൻ്റെ ഉമ്മ വീട്ടിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ഷമീർ പുറത്തേക്കിറങ്ങിയത്. അവനെ കണ്ടതും റാബിയായുടെ മുഖം ഒന്ന് വല്ലാതായി. മുബീനയുടെ വീട്ടിലുള്ള ആരെയും തന്നെ ആ സ്ത്രീക്ക് ഇഷ്ടമല്ല. ഓ ഷമീറേ, താനെപ്പോൾ വന്നു? അവർ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ അവനോട് തിരക്കി. ആ ചോദ്യം പാടെ അവഗണിച്ചുകൊണ്ട് ഷമീർ മുഖം തിരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. എന്താടി നിൻ്റെ ആങ്ങളക്കി? വായിൽ വല്ല കുരുവുണ്ടോ? പിന്നാലെ വന്ന മുബീനയോട് റാബിയ തട്ടിക്കയറി. മുബീന ഒന്നും പറയാതെ അകത്തേക്ക് തിരിഞ്ഞു നടന്നു. റാബിയയ്ക്ക് കലി ഇളകുന്നുണ്ടായിരുന്നു. എന്താടി, നിൻ്റെ നാവിറങ്ങിപ്പോയോ? അവർ അവളോട് ഒച്ചയെടുത്തു. എന്നാൽ അതിനും മുബീന മറുപടി പറഞ്ഞില്ല. മുബീന തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു കളഞ്ഞു. ഇനി എന്തു ചെയ്യും? ജീവിതം മുന്നോട്ട് ഇരുട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അയാൾ തന്നെ ചതിക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്ന് മുതലേ അയാൾ തന്നോട് വലിയ സ്നേഹമൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. 8 വർഷത്തോളമായി ഈ വീട്ടിലെ ഒരു വേലക്കാരിയെപ്പോലെയാണ് താൻ ജീവിച്ചത്. മുബീന വേദനയോടെ തൻ്റെ ജീവിതം വിലയിരുത്തുകയായിരുന്നു. ഉയർച്ചയുടെ പടവുകൾ
അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.